നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? വെറുതെ നിങ്ങളുടെ ശരീരം ഇല്ലാതാക്കരുത്. ഇങ്ങോട്ട് വരൂ. നീ ഇങ്ങോട്ട് വരൂ. നീ ഇങ്ങോട്ട് വരൂ. നീ ഇങ്ങോട്ട് വാ. ഇവിടെ 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 വാ. അവിടെ എന്താ പ്രശ്നം? അറിയാൻ പറ്റുന്നില്ലല്ലോ. പോയി നോക്കാം. ഇങ്ങോട്ട് വാ. ഞാനാണ് മൂത്തവൻ. മൂത്തവരെ ബഹുമാനിക്കുന്നത് നല്ല കാര്യമാണ്. വലിയവർക്ക് വലിയ മര്യാദ കിട്ടണം. മനസ്സിലായോ? ഇങ്ങനെ വലുതായിട്ട് വല്ലോ കാര്യമുണ്ടോ? നീ തന്നെ നിന്നെ കുറിച്ച് എപ്പോഴും വലിയവൻ വലിയവൻ എന്ന് പറയുന്നതിൽ എന്തർത്ഥമാവുള്ളത്? മനസ്സിലായോ? ഞാൻ വയസ്സിൽ വലിയവനാണ്, സൈസിൽ വലിയവനാണ്, ടാലന്റിലും വലിയവനാണ്. ഞാൻ വലിയ ഡോക്ടറാണ്. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വരൂ. ഞാനും വലിയ വൈദ്യനാ. നീ ലേഹ്യം കൊടുത്ത ആൾക്കാരുടെ ലോഹ്യം പിടിച്ചു പറ്റുകയാണ്. നീ ഇഞ്ചക്ഷൻ കൊടുത്ത ആൾക്കാരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നു. എന്റെ ടാബ്ലറ്റ് പവർഫുൾ ആണ്. ഇത് കഴിച്ചാൽ ആൾക്കാരുടെ ബുദ്ധി വർദ്ധിച്ച് അവർ ജീനിയസ് ആകും. എന്റെ ലേഹ്യം അതിലും പവർഫുള്ളാ. ഇത് കഴിച്ചാൽ ആൾക്കാരുടെ ശരീരത്തിന് നല്ല ബലമുണ്ടാകും. അതെയോ? നിനക്ക് തോന്നുന്നുണ്ടോ നീ പവർഫുൾ ആണെന്ന്? ആ, എങ്കിൽ നമുക്ക് മത്സരിക്കാം. 15 മിനിറ്റിനുള്ളിൽ ഗ്രൗണ്ടിൽ കാണാം. ഓക്കേ. ഇവരെന്തിനാ വഴക്ക് കൂടുന്ന കന്നാ സാറേ? ഞാൻ വാങ്ങിയ പുതിയ ബനിയൻ ടൈറ്റായി. അവർ രണ്ടുപേർക്കും ഈഗോ കാരണം ഫൈറ്റായി. അടികൈ. ഇത് കൈയടിക്കാനുള്ള സമയമല്ല. രണ്ട് സഹോദരന്മാർ തമ്മിൽ അടികൂടുകയാണ്. അത് നിങ്ങൾക്ക് തമാശയാണോ? ഇപ്പൊ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടികൂടുന്നത് മൈതാനത്തിലായിരിക്കും. തമാശ അവിടെയാണുള്ളത്. അങ്ങനെ പറയാൻ പാടില്ല ഹണി. പിന്നെ ഞാൻ എങ്ങനെ പറയണം? അടികൂടാൻ പോകുന്നവര് പിന്നെ അടിയല്ലേ കൂടത്തുള്ളൂ. അവര് പിന്നെ കൈകൊട്ടി കളി കളിക്കാൻ പോകുന്നു പറയാൻ പറ്റത്തില്ലല്ലോ. അവരെങ്ങനെയാ ഈ വഴക്ക് തുടങ്ങിയത്? രണ്ടുപേരും പറഞ്ഞു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാന്ന്. പക്ഷെ ആരും വന്നില്ല. അത് കാരണം ഈഗോ ഹേർട്ടായി. പക്ഷേ ഇത് വളരെ കൂടുതലായി പോയി. രണ്ടുപേരും മൈതാനത്തിൽ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. സംശയമുണ്ടോ? ഇത് ഒരിക്കലും നല്ലതിനല്ല. നമുക്ക് എല്ലാവർക്കും ചേർന്ന് അവരെ തടയണം. ഡോക്ടർ ബാലു, നിങ്ങളിങ്ങനെ ഒരിക്കലും വഴക്കൂടുന്നത് ശരിയല്ല. ആ, രണ്ടുപേരും ഉറപ്പായിട്ടും സേഫ്റ്റി ഗാർഡ് അണിയേണ്ടതാണ്. കഴുതേ, രണ്ട് സഹോദരന്മാർ തമ്മിൽ വഴക്ക് കൂടാനേ പാടില്ല. സംശയമുണ്ടോ? ഇങ്ങോട്ട് നോക്കൂ. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ആ മനസ്സിലാവാത്ത കാര്യം മനസ്സിലായി എന്ന് വിചാരിച്ച് സംസാരിക്കുന്നത് തെറ്റാണ്. മനസ്സിലായോ? ഇങ്ങോട്ട് നോക്കൂ. നിനക്കൊരു കാര്യത്തിൽ വിവരമില്ലെങ്കിൽ അത് വിവരമുള്ളവരുടെ അടുത്ത് പറഞ്ഞ് വിവരിക്കാൻ നോക്കുന്നത് തന്നെ വിവരമുള്ളവർക്ക് ചേർന്നതല്ല. ഇത് മനസ്സിലായോ? എന്നാ ദൂരേക്ക് മാറി നോക്കൂ. ഞങ്ങളിൽ പവർഫുൾ ആയത് ആരാണെന്ന്. അങ്ങോട്ട് പോയിക്കോളൂ. സമൂസ ഇല്ലെങ്കിൽ ആ എണ്ണയിൽ പപ്പടം ഉണ്ടാക്കാം. നമുക്ക് ഇവിടുന്ന് സ്ഥലം വിട്ടേക്കാം. ഇനി നോക്കിക്കോ ഞാൻ എത്ര പവർഫുൾ ആണെന്ന്. നോക്കിക്കോ. ഇതായിരുന്നു നിന്റെ ശക്തി. ഇനി നോക്കിക്കോ എന്റെ പവർ. കണ്ടില്ലേ, എനിക്കൊന്നും പറ്റിയില്ല. ഈ കട്ടയ്ക്കും ഒന്നും തന്നെ പറ്റിയില്ല. അങ്ങനെയാണോ? എന്നാ ഇപ്പൊ നോക്കിക്കോ. ഇതാണോ ഇത്ര വലിയ കാര്യം? ഇങ്ങോട്ട് വരൂ. എണ്ണി നോക്കൂ എന്റെ ഒരൊറ്റ ഇടിയിൽ എത്ര പഴങ്ങളാണ് വീണതെന്ന്. ഇനി നമുക്ക് നോക്കാം ദഹനക്കേടിന് എന്റെ മെഡിസിൻ ആണോ നല്ലത്, നിന്റെ ചൂർണമാണോ നല്ലതെന്ന്. എടോ, ആരെങ്കിലും ഇവരെ ഒന്ന് തടഞ്ഞു നിർത്ത്, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഇല്ലാതാകും. നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? വെറുതെ നിങ്ങളുടെ ശരീരം ഇല്ലാതാക്കരുത്. ചെടിയെല്ലാം വെള്ളമൊഴിച്ചപ്പോൾ പൂത്തു. ദൈവത്തെ ഓർത്ത് നിങ്ങളുടെ ഈ വഴക്കൊന്ന് നിർത്തൂ. അടികൈ. ഇങ്ങോട്ട് വരൂ. ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് തോന്നുന്നു. ഇവരെ നമുക്ക് അനുസരിക്കാം. നമുക്ക് ഈ വിഷയം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എന്നിട്ട് ഫൈറ്റ് കുറച്ചു നേരം കഴിഞ്ഞ് വീണ്ടും തുടങ്ങാം.
എന്നാ ശരി, 2 മണിക്കൂർ കഴിഞ്ഞ് കണ്ടുമുട്ടാം. നീ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരൂ, ഞാനൊരു 4 മണിക്കൂർ കഴിഞ്ഞ് വരാം. എന്നാ പിന്നെ ഇന്നത്തേക്ക് ഇത്രയും മതി. ബാക്കി സംസാരം നമുക്ക് നാളെ ആക്കാം. ഓക്കേ? ഇവർക്കൊന്നും മനസ്സിലായില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കിച്ചേ പറ്റൂ. ഐഡിയ കിട്ടിയോ? കുറച്ച് സമയം താ, നമുക്ക് വീട്ടിൽ പോയിരുന്ന് ആലോചിച്ച് തീരുമാനിക്കാം. ഐഡിയ കിട്ടിയോ? നിനക്ക് വട്ടുണ്ടോ? കിട്ടിയാ പറയില്ലേ? അതിനിങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. നീയല്ലേ പറഞ്ഞത് വീട്ടിൽ വന്ന് ആലോചിക്കാന്ന്. ദേ വീടെത്തി. എടാ കുറച്ച് സമയം വേണം. എത്ര സമയം നിനക്ക് വേണം? അടുത്ത വർഷമെങ്കിലും ഐഡിയ കിട്ടുമോ നിനക്ക്? ഹണി, നീ എന്റേത് മേടിക്കും. മൂത്ത ചേട്ടനെ തല്ലുവന്നോ? ചുമ്മാ ചോദ്യം ചോദിച്ചോണ്ടിരിക്കുന്നോ? പറ, ശല്യപ്പെടുത്തുന്നോ? ഉത്തരയില്ലാത്തത് കൊണ്ടല്ലേ ഇങ്ങനെ കൊഞ്ഞനെ കുത്തി മൂത്ത ചേട്ടനെ തല്ലുന്നത്. എന്താണ് ചെയ്യുന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി വഴക്കൂടുകയാണോ? ഇങ്ങനെ 2 സഹോദരന്മാർ തമ്മിൽ വഴക്കിടുന്നത് നല്ല കാര്യമല്ല. എനിക്കൊരു ഐഡിയ കിട്ടി. എന്താ അത്? ഗ്രേറ്റ്. നാളെ കാലത്ത് തന്നെ നമുക്കിത് ചെയ്യാം. നീ ഇന്നോട്ട് എന്റെ ചേട്ടനെ അല്ല. ശരി, കുഴപ്പമില്ല. പക്ഷെ ആരുടെ ചേട്ടനാണെന്ന് പറ. ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇങ്ങനെ ഒരു കഴുത എന്റെ ചേട്ടനാവാൻ പാടില്ല. മൂത്ത ചേട്ടനെ നീ കഴുതയെന്ന് വിളിക്കുന്നോ? നീ എന്റെ അനിയനാവാൻ സാധ്യതയില്ല. നിനക്ക് നന്നായിട്ട് അറിയാം എനിക്ക് സ്ട്രോബെറി ഇഷ്ടമല്ലെന്ന്. അതുകൊണ്ടല്ലേ സ്ട്രോബെറി നീ മനഃപൂർവ്വം എന്റെ നേരെ എറിഞ്ഞത്. വാനില ഐസ്ക്രീം ഇഷ്ടമല്ലേ? ഇന്നാ പിടിച്ചോ. യക്ക. അനിയന്റെ നേർക്ക് അറ്റാക്ക് ചെയ്യാണോ? നിർത്തൂ. മൂത്ത ചേട്ടനെ തല്ലുന്നോ? മറന്നുപോയോ? ചെറുപ്പത്തിൽ അവൻ നിനക്ക് എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന്. മറന്നുപോയോ? ചെറുപ്പം തൊട്ട് അവൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. ഇതാണോ കാക്കർ മേഡം നിന്നെ പഠിപ്പിച്ചത്? അനിയനുമായിട്ട് വഴക്ക് കൂടാൻ? ഇതാണോ നിനക്ക് കിട്ടിയ സംസ്കാരം? മൂത്ത ചേട്ടന്റെ അടുത്ത് ഈഗോ കാണിക്കൽ? ഇങ്ങോട്ട് വരൂ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ? തമ്മിൽ തല്ലുന്നത് ഹണിയും പണിയും തമ്മിലാണെങ്കിലും കൊള്ളുന്നത് നമ്മുടെ മനസ്സിലാണെന്ന്. ആ ശരിയാണല്ലോ. ഇവര് സംസാരിക്കുന്നത് ഹണിയോടും പണിയോടുമാണ്, പക്ഷെ ചീത്ത വിളിക്കുന്നത് നമ്മളെയാണെന്ന് മാത്രം. ഇങ്ങോട്ട് വരൂ. നിർത്തൂ ഈ നാടകം കളി. നിങ്ങൾ ഞങ്ങളെ എന്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചോ അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനിയിപ്പോ നല്ല കുട്ടികളെ പോലെ ഈ നാടകം നിർത്തൂ. ഇങ്ങോട്ട് വരൂ. ചിലപ്പോ ചെറിയ കാര്യങ്ങൾ ചെറിയ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവില്ല. ചിലപ്പോ വലിയവർക്ക് പോലും മനസ്സിലാവാത്ത കാര്യം ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലായെന്നിരിക്കും. വയസ്സിൽ നിങ്ങൾ ചെറുപ്പമാണെങ്കിലും ഞങ്ങൾക്ക് വലിയ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. എന്ന് പറയുന്നു. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി തരൂ. ഞങ്ങൾ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ അതോ ഇല്ലയോ? ഇപ്പൊ മനസ്സിലാക്കി തരാടാ മണ്ട. ഇങ്ങോട്ട് വരൂ. മനസ്സിലായി ചേട്ടാ. അപ്പൊ
ഇപ്പൊ അനിയനും ചേട്ടനും ഒന്നായി. നന്നായിട്ട് നോക്ക്, അവര് രണ്ടുപേരുണ്ട്, ഒന്നല്ല. അനിയ, നിന്റെ ചൂർണത്തിന് അതിന്റേതായ വിലയുണ്ട്, എന്റെ ടാബ്ലറ്റിനും അതിന്റേതായ വിലയുണ്ട്. രണ്ടും നല്ലതാ. ഇത്രയുള്ള കാര്യം. ഇനി നിങ്ങൾ ചൂർണം കഴിക്കൂ, നിങ്ങൾ ഇദ്ദേഹത്തിന്റെ ടാബ്ലറ്റും കഴിക്കൂ. ഏടാ.